ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതിലെനിക്ക് 2-3 ക്ലിപ്പ് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ക്ലിപ്പിന് പകരം ഞാൻ വോയിസ് പറയുക കേട്ടോ. ആദ്യം ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. അതിലേക്ക് ഉണക്കമുന്തിരി, കപ്പലണ്ടിയോ കാഷ്യൂനട്ടോ എന്ത് വേണേലും നമുക്ക് വറുത്ത് കോരി മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ആദ്യം ഞാനിവിടെ കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയാണ് കേട്ടോ വറുത്തെടുത്തിട്ടുള്ള, അത് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ചീഞ്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക്, വറ്റൽ മുളക്, കറിവേപ്പിലയൊക്കെ ഇട്ട് കടുക് വറുത്തതിന് ശേഷം 2 ക്യാരറ്റും ഒരു സവാളയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല രീതിയിൽ വശക്കി അതൂരി കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഡബിൾ ഹോൾസിൻ്റെ റോസ്റ്റഡ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ഇതെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഞാൻ റവ പൊട്ടിച്ച് അതുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ബൗൾ റവ അടുപ്പിച്ചുണ്ട് കേട്ടോ. റവ റോസ്റ്റ് ചെയ്തതാണേലും നമ്മൾ ചെറിയ രീതിയിലൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ടേ. ഇത് നമ്മൾ ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കാഷ്നട്ടും ഉണക്കമുന്തിരിയും വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷമാണ് വീണ്ടും എണ്ണ ഒഴിച്ച് വറുത്ത് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് വീണ്ടും പറയുന്നത് ക്ലിപ്പ് മിസ്സായി പോയതുകൊണ്ടാണ് കേട്ടോ. മാറ്റി വെച്ചിട്ട് ആ ചീഞ്ചട്ടി തന്നെയാണ് നമ്മൾ റവയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വയറ്റി കൊടുത്ത് നല്ല മൂപ്പിച്ച് ഒന്ന് എടുത്തതിന് ശേഷം ഇതിലോട്ട് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പും ഒരു ബൗളിൽ നമ്മൾ വെള്ളം എടുക്കത്തില്ലേ, എന്നിട്ട് അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം ഈ ഉപ്പും വെള്ളവും കൂടി ചേർത്ത് ഇതിൽ തളിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ കിണ്ടിയെടുക്കുന്നത് കേട്ടോ ഉപ്പുമാവ്. പിന്നെയൊക്കെ ഞാൻ എന്താണെന്നറിയോ, വെള്ളം ആദ്യം വച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ റവ വറുത്ത് കോരി തട്ടി കൊടുക്കും. പക്ഷേ അതൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടൊക്കെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കെപ്പോഴും ഇത് തന്നെയാണ് നല്ല ടേസ്റ്റൊക്കെ ആയിട്ട് തോന്നുള്ളൂ. പഴവും കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വശക്കി കൊടുക്കുക. എല്ലാം നല്ല എന്ന് വെച്ചാൽ കട്ടയൊന്നും ഇല്ലാത്ത ലെവൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കുക. ഉപ്പ് വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തളിച്ച് നമ്മൾ നല്ല രീതിയിൽ ഉടച്ചുടച്ച് കട്ട പിടിക്കാത്ത ലെവലിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഉപ്പുമാവാണ് കേട്ടോ. അമ്മ എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത്. അപ്പം ഇപ്പം ഞാനും അനിയത്തിയൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. അമ്മ ഇതിലോട്ടാണെങ്കിൽ മുന്തിരി ഒത്തിരി ഇടാറുണ്ട്, കപ്പലണ്ടി ഒത്തിരി ഇടാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒരുപാട് കപ്പലണ്ടി നല്ല വറുത്ത് കോരിയൊക്കെ മാറ്റി എന്നിട്ട് അത് ലാസ്റ്റ് തട്ടുമ്പോൾ അതൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ ഉടച്ച് നമ്മളൊരു കട്ട പോലും ഇല്ലാതെ നല്ല തരി തരിയായിട്ട് നമ്മളിതിനെ ഇളക്കി മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നമ്മൾ തേങ്ങയും കൂടെ ഇട്ട് നല്ല രീതിയിൽ എന്ന് വെച്ചാൽ നമുക്കിപ്പം വെജിറ്റബിൾസ് ആഡ് ചെയ്യാതെ അവർക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ചെടുത്ത് അവർക്കുള്ളത് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ തന്നെ തേങ്ങ ഇട്ടത് കേട്ടോ. അപ്പം എല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനെയൊക്കെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. റവയും തേങ്ങയും എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ആവുമ്പോൾ നമുക്ക് ഇതിലോട്ട് ക്യാരറ്റൊക്കെ നമ്മൾ വശക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ക്യാരറ്റ്, ഉള്ളി അതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കട്ട പിടിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം നല്ല കട്ടയൊന്നും ഇല്ലാതെ കിട്ടുന്നുണ്ട്. അപ്പം ആദ്യം അത് നമ്മളെപ്പോഴും വെള്ളം തളിച്ച് ഉപ്പ് വെള്ളം തളിച്ച് നമുക്ക് ഇങ്ങനെ കിണ്ടത്തില്ലേ, അതാണ് ഒത്തിരി നേരം ഇങ്ങനെ ഇളക്കി കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് ഉണ്ടയൊക്കെ ആയി എല്ലാം കൂടി ഒട്ടിപ്പിടിച്ച് നല്ല ഉപ്പുമാവ് എല്ലാം കൂടി ഒന്ന് സെറ്റായിട്ടിരിക്കത്തില്ലേ, അത് ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ. അപ്പം കുറച്ച് കൂടുതൽ നേരം നമ്മൾ ഇളക്കിക്കൊണ്ട് നിന്നാലേ നമുക്കിതുപോലെ തരി തരിയായിട്ടുള്ള ഉപ്പുമാവ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പാകത്തിന് ഉപ്പും വെജിറ്റബിൾസും ഈ മുന്തിരിയും എല്ലാം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മുന്തിരി ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കുറച്ച് മുന്തിരി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളേ. എൻ്റെ കയ്യിൽ കപ്പലണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് കാഷ്യൂനട്ട് ഇട്ടത്. രണ്ടും കാഷ്യൂനട്ട് ചേർക്കാം, കപ്പലണ്ടി ചേർക്കാം, പരിപ്പ് വറുത്തിടാം, എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് പഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. വെറുതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. അപ്പം
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ടാറ്റാ, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.